ഇനി നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് UDFന് നേട്ടമാകുമോ എന്ന ചോദ്യമാണ്. പോളിംഗ് ശതമാനം ഉയരുന്നത് പൊതുവിൽ UDFന് നേട്ടമെന്ന് കരുതപ്പെട്ടിരുന്നു മുൻകാലങ്ങളിൽ. പക്ഷേ ആ സാഹചര്യം കേരളത്തിലുണ്ടോ ഇപ്പോൾ? നമുക്ക് അതിൽ ചില വസ്തുതകളുടെ പരിശോധന കൂടിയാണിപ്പോൾ നടത്തുന്നത്. പോളിംഗ് ശതമാനം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വമ്പൻ മുന്നേറ്റമെന്ന UDFൻ്റെ അവകാശവാദം. ആ അവകാശവാദത്തിനിടയിലും ഇടതുപക്ഷത്തിന് അവകാശപ്പെടാൻ പ്രതീക്ഷിക്കാൻ, അതായത് ചുരുങ്ങിപക്ഷം വോട്ടെണ്ണുന്ന ദിവസം വരെയെങ്കിലും പ്രതീക്ഷിക്കാൻ ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്ന കാര്യം. ആദ്യം നമ്മൾ നോക്കുന്നത് പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ടോ എന്ന കാര്യമാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് SIR വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. SIRന് ശേഷം SIRന് മുമ്പും ശേഷവും രണ്ട് കാലഘട്ടങ്ങളാണ്. കാരണം നിരവധി ഡിലീഷൻസും അഡീഷൻസും നടന്നിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ കാര്യമായ ഡിലീഷൻസ് ഒഴിവാക്കലുകൾ നടന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കൂട്ടിച്ചേർക്കലുകൾ പിന്നീട് നടക്കാതെ പോയിട്ടുണ്ട്. ആ മണ്ഡലങ്ങളൊക്കെ ഇത്തവണ നിർണായകമാണ് എന്നതാണ് സാഹചര്യം. നമുക്ക് ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കെടുപ്പിലേക്ക് ഒന്ന് വിശദമായി പോകാം. നോക്കുക, ഇപ്പോൾ 2026 എന്ന ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം 78.23% ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പോളിംഗ് ശതമാനം. ഈ കണക്കിൽ മാറ്റമുണ്ടായേക്കാം. കാരണം ഇത് ഏകദേശം ഒരു 80% വരെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏകദേശം ഒരു 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടാനുണ്ട്. സർവീസ് വോട്ടുകളുണ്ട്, ഹോം വോട്ടുകളുണ്ട്, പോസ്റ്റൽ വോട്ടുകൾ. ഈ വോട്ടുകളൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ നമ്പർ ഏകദേശം ഒരു 80% എത്താനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. ഒരു 80% വരെ പോളിംഗ് ശതമാനം ഉണ്ടായേക്കാം. 2026 80% പോളിംഗ് ശതമാനം ഉയരാം. ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 പിണറായി വിജയന് തുടർഭരണം കിട്ടിയ ആ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം 74.72%. അതായത് അതിൻ്റെ അർത്ഥം ഈ 80% നിന്നും 74% തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ തന്നെ ഏകദേശം 6% ഡിഫറൻസ്. ഈ കണക്ക് നോക്കുമ്പോൾ വേഗത്തിൽ പിടികിട്ടുന്ന ഒരു കാര്യം, വൻ പോളിംഗ് നടന്നു എന്ന തോന്നലുണ്ടാക്കും. പക്ഷേ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത്ര കണ്ട് ഉണ്ടാകുന്നില്ല എന്നതാണ് എൻ്റെ വസ്തുത. മറ്റൊന്നുമല്ല, എൻ്റെ കാരണം SIR ആണ്. എന്താണ് SIR ഇതിൻ്റെ ഫാക്ടർ ആവുന്നു എന്നതുകൂടി നമുക്ക് നോക്കാം. അതായത് 2021 ആകെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഏകദേശം 2,09,00,000 2,09,00,000. 2026 ഈ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇതുവരെ വന്ന കണക്ക് പ്രകാരം വോട്ടർമാരുടെ എണ്ണം 2026 2,07,00,000. അതായത് 2021 നമ്പറിലേക്ക് ഇതുവരെയും നമ്മൾ 2026 എത്തിയിട്ടില്ല. പക്ഷേ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ വമ്പൻ വർധനവ് കാണിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം പോളിംഗ് ശതമാനത്തിൽ കാര്യമായ ഒരു വർധനവും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ 2.7 ലക്ഷം 2,07,00,000 എന്ന വോട്ടിലേക്ക് ഏകദേശം ഒരു 3 ലക്ഷം വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടാനുണ്ട്. അപ്പോൾ ഒരു പക്ഷേ 2.9 ലക്ഷമോ അതല്ലെങ്കിൽ ഒരു 3 ലക്ഷമോ 3 കോടിയോ ആയി മാറിയേക്കാം. അങ്ങനെയൊരു നേരിയ വർധനവ് അവകാശപ്പെടാം. അതല്ലെങ്കിൽ ഏറെക്കുറെ കഴിഞ്ഞ തവണത്തേന് തുല്യമായ 2021 തുല്യമായ അവസ്ഥയിലേക്ക് തന്നെ പോകും. അതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താം. പോളിംഗ് ശതമാനത്തിൽ കാര്യമായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പക്ഷേ പോളിംഗ് പാറ്റേണിൽ മാറ്റമുണ്ടായിട്ടുണ്ട്, അത് വസ്തുതയാണ്. പക്ഷേ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് ഈ കണക്കെടുപ്പിൽ ഏറെക്കുറെ ബോധ്യമാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എങ്ങനെയാണ് ഈ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ അത് പൊതുവിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ നേട്ടമുണ്ടാകുമോ എന്ന കാര്യം കൂടിയാണ്. സംസ്ഥാനത്തിൻ്റെ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്കത് ഏറെക്കുറെ പിടികിട്ടുകയും ചെയ്യും. നമുക്കതിലേക്ക് നോക്കുമ്പോൾ തന്നെ ഏറെക്കുറെ വ്യക്തമായൊരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതായത് സംസ്ഥാനത്ത് എല്ലാവരും കണക്കെടുത്ത് പരാമർശിച്ചു പോകുന്ന പോളിംഗ് ശതമാനം 1987 ഈ കണക്കാണ്. അതായത് 1987 80.54% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 80.54% 1987 ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വന്നിരിക്കുന്നത് LDF ആണ്. അതായത് പോളിംഗ് ശതമാനം ഏറ്റവും ഉയർന്ന ആ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത് EK നായനാർ സർക്കാരാണ്. അതായത് ഉയർന്ന പോളിംഗ് ഉള്ളപ്പോഴും
അതേസമയം അതിന് മുമ്പുള്ള പല തെരഞ്ഞെടുപ്പുകളിലും മറ്റൊരു പാറ്റേൺ നമുക്ക് കാണാമെങ്കിലും 87 മുതൽ 87-ലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയാണ് അധികാരത്തിൽ വരുന്നത്. തൊട്ട് പിന്നീട് സംഭവിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് UDF ആയി മാറുന്നു, UDF വരുന്നു, പിന്നെയും വീണ്ടും LDF വരുന്നു. ഇങ്ങനെ മാറി മാറി ഭരിച്ചാണ് വരുന്നത്. ഒടുവിൽ നമ്മൾ കണ്ടതുപോലെ 2016-ലും 2016-ൽ LDF, പിന്നീട് LDF-ൻ്റെ തുടർച്ചയും ഉണ്ടായി. അതായത് പോളിംഗ് ശതമാനം ഉയരുമ്പോഴെല്ലാം UDF-ന് അനുകൂലമാകുമെന്ന ഒരു വിലയിരുത്തലിന് കാര്യമായ അടിസ്ഥാനമില്ല എന്നതാണ് ഈ കണക്കിൻ്റെ ഒരു വസ്തുത. 1987-ൽ ഏറ്റവും അധികം പോളിംഗ് ഉയർന്നപ്പോഴും ഇടതുമുന്നണിയാണെന്ന് അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് CPM-ന് പ്രതീക്ഷിക്കാൻ ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അല്പമെങ്കിലും സാധ്യതകളുണ്ട്. എഴുതിത്തള്ളാറായിട്ടില്ല എന്ന ചില സൂചനകൾ കൂടിയുണ്ട്. ചുരുങ്ങിയ പക്ഷം വോട്ടെണ്ണുന്ന ദിവസം വരെയെങ്കിലും അവർക്ക് അവകാശവാദം മുന്നോട്ട് വയ്ക്കാം. പക്ഷേ സംസ്ഥാനത്തെ പൊതു സാഹചര്യം ഒരുപക്ഷെ അതാണോ എന്ന് നമുക്ക് ഉറപ്പ് പറയുക വയ്യ. എന്തായാലും കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ചില വിലയിരുത്തലുകൾ മാത്രമാണ് നമ്മൾ നടത്തിയത്. ഇവിടെ നമ്മൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടില്ല എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.